നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി 4 ദിവസത്തിന്റെ നേട്ടങ്ങൾക്ക് ശേഷം ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴും ഒരു പോസിറ്റീവ്നെസ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്രധാനമായും നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നും വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റുകൾ നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പക്ഷേ US ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ FTSEയും CSEയും ഇന്നലെ പോസിറ്റീവിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഡാക്സ് നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഇടിവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം US-ഉം ചൈനയും തമ്മിലുള്ള താരിഫ് ട്രേഡിന്റെ നെഗോസിയേഷൻ നടക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. മീറ്റിംഗ് ഗോയിങ് റിയലി വെൽ എന്ന്. അതായത് മിസ്റ്റർ ഹൊവാർഡ് ലുട്കിൻ ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രസ്താവന ഏഷ്യൻ മാർക്കറ്റ്സിലും US മാർക്കറ്റിലും ഒരു പരിധി വരെ ഉണർവുണ്ടാക്കുവാൻ സഹായിക്കും. ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസിംഗ് ബേസിസിൽ 14 എന്ന ലെവലിന് താഴേക്ക് പോയെങ്കിലും വെയ്റ്റഡ് ആവറേജിൽ വന്നപ്പോൾ 14.01 എന്ന നിലയിലാണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിങ്ങാന്ന് വൈകുന്നേരം ഇൻക്രീസ് ആയ, അതായത് ഫാർ അവേ OTMസിൽ പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷനിലും ഇൻക്രീസ് ആയ പ്രീമിയംസ് ഒക്കെ ഇന്നലെയും ഹൈ ആയിട്ട് തന്നെ നിലനിന്നു. പക്ഷേ ഇന്നലെ ട്രേഡിംഗ് സെക്ഷന്റെ അവസാന ഭാഗത്തേക്ക് വന്നത്തേക്കും പ്രീമിയംസ് ഒക്കെ മെൽറ്റ് ആകുന്നത് കാണുവാനായിട്ട് സാധിച്ചു. പക്ഷെ ഇന്നലെ ഓപ്ഷൻ പ്രീമിയംസ് ഒക്കെ സ്റ്റേബിൾ ആയിരുന്നു. വലിയൊരു വോളറ്റാലിറ്റി കാണുവാൻ സാധിക്കാതിരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ വിക്സിലുണ്ടായ ഇടിവ് തന്നെയാണ്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2301.87 കോടി രൂപയുടെ ബൈ ആണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1113.34 കോടി രൂപയ്ക്കും ബൈ നടത്തി. ഇന്നലത്തെ ബൈയോടുകൂടി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയുണ്ടായി നമ്മുടെ മാർക്കറ്റിൽ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചർ മാർക്കറ്റിലുള്ള ഷോർട്ട് പൊസിഷൻ തിങ്കളാഴ്ച 95,872 കോടി രൂപയിൽ നിന്നും ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ 93,024 കോടി രൂപയായിട്ട് കുറയ്ക്കുകയുണ്ടായി. ADR സ്റ്റോക്സ് നോക്കുമ്പോൾ ICICI ബാങ്ക് ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും ഇന്നലെ നേട്ടത്തോടു കൂടിയാണ് അമേരിക്കൻ വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ നോക്കാം. നിഫ്റ്റിയുടെ PCR ഇപ്പോൾ നിലനിൽക്കുന്നത് 0.88 എന്ന ലെവലിലാണ്. ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻസ് ആണ് സെല്ല് ചെയ്തതായിട്ട് കാണുവാൻ നിലവിൽ സാധിക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. തത്സമയം 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ മാക്സിമം കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിൽ പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ മാക്സ് പെയിൻ 25,000 എന്ന ലെവലിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെയും ഒരു ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. PCR 0.94 എന്ന ലെവലിൽ നിൽക്കുന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 56,700 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ റൈറ്റിംഗ്സും കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സ് പെയിൻ 56,000 എന്ന സ്ട്രൈക്കിൽ നിലനിൽക്കുന്നു. ഇന്ത്യൻ രൂപ ഇന്നലെ അമേരിക്കൻ ഡോളറിനെതിരെ
9 പൈസയുടെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് 85.57 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായ TA അസോസിയേറ്റ്സ് ഇന്നലെ 1.2% സ്റ്റേക്ക് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയുണ്ടായി. 714 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റോക്കുകൾ. രത്തൻ ഇന്ത്യ പവർ ഇന്നലെ 18% റാലിയാണ് സ്റ്റോക്കില് വോളിയം ഹൈക്കിനെ തുടർന്ന് കാണുവാനായിട്ട് സാധിച്ചത്. തൽഫലമായി തന്നെ BSEയുടെ ഭാഗത്തു നിന്ന് കമ്പനിയോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയുണ്ടായി എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. IFL എന്റർപ്രൈസസ് കമ്പനി 49 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് റൈറ്റ് ഇഷ്യൂ വഴി. പ്രീമിയർ എനർജീസ് ഇന്നലെ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. സ്റ്റോക്കില് സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഫണ്ട് ഹോൾഡിംഗ് LLC 5.5% സ്റ്റേക്കുകൾ സ്റ്റോക്കിൽ നിന്ന് വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഡിമാർട്ട് ഇന്നലെ 634 കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. തൽഫലമായിട്ടാണ് ഇന്നലെ ഒരു 4% ഇടിവ് സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. വിപ്രോ കമ്പനി പുതിയൊരു ജോയിന്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു AG മെട്രോയുമായി. റൈറ്റ്സ് കമ്പനിക്ക് പുതിയ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിക്കുകയുണ്ടായി. $2.9 മില്യൺ വിലമതിക്കുന്ന ഓർഡറാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ഓർഡർ ലഭിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.